ഇപ്പോഴത്തെ ഈ പ്രാവശ്യത്തെ ഫീഫണിൽ ക്യാപ്റ്റൻ തിരഞ്ഞെടുപ്പ് ഭയങ്കര രസകരമാണ്. സത്യം പറഞ്ഞാൽ ഇവരുടെ മാനദണ്ഡം എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതെന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രാവശ്യത്തെ മത്സരിക്കുന്നവരുടെ പേര് കേട്ട് നോക്കൂ. നോറ, റസ്മിൻ, അഭിഷേക്, ഇവർ 3 പേരെയാണ് അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം കൂടി ചേർന്ന് നോമിനേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നെനിക്ക് തോന്നുന്നു. അവിടെ ഏറ്റവും മികച്ചതല്ലാത്ത പ്രകടനം കാഴ്ചവെച്ച 3 പേരെയാണ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി അവർ നിയോഗിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ലൈവൊക്കെ മിക്കവാറും എല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ യാതൊരു പ്രകടനവും യാതൊരു എന്തോന്നും കാഴ്ചവെക്കാത്ത 3 പേരാണ് നോറയും റസ്മിനും അതുപോലെ നമ്മുടെ അഭിഷേകയും. അവരെ 3 പേരെയാണ് ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറയുമ്പം എന്താണ് ഇവരുടെ മാനദണ്ഡം എന്ന് പറയാൻ വയ്യ. ഈ രാവിലെ തൊട്ട് നമ്മുടെ ഫായിയും ഫിജോയും അഭിഷേക് ശ്രീകുമാറും എല്ലാം കൂടെ ചേർന്ന് ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്. അവർ 24 മണിക്കൂർ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുക. ഈ തന്ത്രങ്ങളിൽ പെട്ടതാണോ ഇതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ മണ്ടത്തരങ്ങൾ ഈ മത്സരാർത്ഥികൾ ഇങ്ങനെ കാട്ടിക്കൂട്ടിയാലേ ഈ പേട്ടുകളെല്ലാം കൂടി ഇവിടെ അവസരം ഉണ്ടാക്കുക എന്ന ലക്ഷണമാണ് കാണുന്നത്. കാരണം പവർ ടീമിൽ തന്നെ 3-4 പേര് വരും, ഈ ക്യാപ്റ്റനും ഒരാൾ വരും. അങ്ങനെ ഇവരെല്ലാവരും രക്ഷപ്പെട്ട് പോയി 5 പേട്ടുകൾ ചിലപ്പം ഫൈനൽ 5ലേക്ക് എത്താൻ സാധ്യത കാണുന്നുണ്ട്. ഏതായാലും കൊള്ളാം. കഴിഞ്ഞ ആഴ്ചയും മികച്ച പ്രകടനം ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ കാഴ്ചവെച്ച ടീമിൽ നിന്ന് ഒരാൾ പോലും ഇല്ല എന്നുള്ളതും രസകരമാണ് കേട്ടോ. കാരണം അൻസിബ ആയാലും ജിൻഡോ ആയാലും ജാസ്മിൻ ആയാലും അവർ 3 പേരും ഇല്ല. പവർ ടീമിൽ നിന്ന് പിന്നെ ആരും തിരഞ്ഞെടുക്കാനും പറ്റത്തില്ല അല്ലേ. അതുപോലെ സായി, അഭിഷേക്, ശ്രീകുമാർ ഇവരൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടില്ലേ, അവരെ ആരെയും എടുത്തിട്ടില്ല. ഇവർ ഈ പേട്ടുകളെ എല്ലാം കൂടെ ക്യാപ്റ്റൻസിയിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടി നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താ കഥ, ഇതൊക്കെ കാണേണ്ടി വരുന്നു.